ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് കൃഷ്ണ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഊട്ടിയിലെ ഫേസ്റ്റ് ഡേ ആണിന്ന്. ഇതാണ് നല്ല ഭയങ്കര തണുപ്പ്. ഈ ജാക്കറ്റ് ഇട്ടിട്ടൊന്നും ഇതിലേക്ക് തണുപ്പ് പോകുന്നില്ല, ആ ഒരു ഹോട്ട്നെസ് വരുന്നില്ല. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഇനി നമ്മൾ ചായ കുടിക്കാൻ പോകും താഴേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ റോസ് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അവിടേക്ക് നമ്മൾ പോവും. പിന്നെ അതുവഴി ഇങ്ങനെ കറങ്ങി പർച്ചേസിങ് കഴിഞ്ഞ് അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ. നാളെയാണ് ഞങ്ങൾ തിരിച്ചു പോവുക. ഷാനി, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റൂമിലായിട്ട് എല്ലാവരും റെഡിയാവുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ മഴയോ കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്താണെന്ന് ശരിക്കും അറിയില്ല. ഉണ്ടാവല്ലേ എന്നാണ് പ്രാർത്ഥന. കാരണം ആ ഒരു ക്ലൈമറ്റിൽ നമുക്കങ്ങനെ എല്ലാം ഒന്ന് ആസ്വദിച്ച് എന്താ പറയുക കാണാനൊന്നും പറ്റില്ല. മഴയുടെ ആ ഒരു അവസ്ഥയൊന്നും കാണുന്നില്ല. ഭയങ്കര നല്ലൊരു ഒരു ക്ലൈമറ്റാണെന്നാണ് തോന്നുന്നത്. എന്താണെന്നറിയില്ല, നോക്കാം. അപ്പം നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഈ ഹോട്ടലിലാണ് ഉള്ളത്. ഇനി നമുക്ക് നേരെ റോസ് ഗാർഡൻ അല്ലെങ്കിൽ വേറെ ഏതോ ഗാർഡനിൽ പോകാനാണ് പറഞ്ഞത്. ബോട്ടാണിക്കൽ ഗാർഡനോ അങ്ങനെ എന്തോ പേര് പറഞ്ഞു. അപ്പം അങ്ങോട്ടേക്കായിരിക്കാം ചിലപ്പോൾ പോവുക. സോ അവിടെ എത്തിയിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുന്നു. ഇവിടെ എന്താണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വരുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. എന്തോ ഉദ്ഘാടനത്തിനായിട്ട് വരുന്നതാണ്. തിരക്കാണ് ഗൈസ്. மலர் வடிவமைப்பு அங்கே பார்வையிடும் காட்சியை பார்த்து கொண்டிருக்கிறோம். അവിടെ എന്തോ സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മുഴുവനും അവിടെ ഫുൾ ബ്ലാക്ക് കാറാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലെത്തി. അതിമനോഹരമായ കാഴ്ചയാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഇതാണ് ഗൈസ് ബോട്ടാണിക്കൽ ഗാർഡൻ. അടിപൊളിയാണ്. നല്ല തണുപ്പും സഹിക്കാൻ പറ്റുന്നത്ര തണുപ്പേ ഉള്ളൂ. അടിപൊളിയാണ്. ഫോണിൽ ശരിക്കും അതിന്റെ വ്യൂ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആ ഷീറ്റ് ഇട്ടിട്ടാണ് സ്പീച്ച് നടക്കുന്നത്. ഇവിടെ വലിയ കുളമൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നല്ല വെയിലാണ്. അതുകൊണ്ട് തണലത്ത് വന്നിട്ടുള്ളത്. ഇവിടെ കുളമുണ്ട്. ഇവിടെ നല്ല രസമാണ് കാണാൻ. തണലത്തൊക്കെ ഇരിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാൻ പോവാണ്. ചതി പറ്റി ഗൈസ്. ഇവിടെ ഇരിക്കാൻ പറ്റില്ല, മൊത്തം വെള്ളമാണ്, ചളിയാണ്. അതുകൊണ്ട് പാൻറ്റിലാവുന്നതുകൊണ്ട് ഇരിക്കുന്നില്ല. കാക്കകളൊക്കെ ഇതാ ഇവിടെ നിന്ന് തുള്ളി കളിക്കുന്നുണ്ട്. ഷാനി ഇത് എവിടെ ഇരിക്കുന്നു. ഷാനി മരത്തിൽ കയറി ഇരുന്നിട്ടുണ്ട്. അച്ഛൻ ഇവിടെ നല്ല ഫോട്ടോ എടുക്കുന്നുണ്ട്.
ആണ്. കോട അങ്ങനെ വരുന്നുണ്ട്. ഇന്ന് കോട വരുന്നത് കാണുന്നുണ്ടോ? അങ്ങനെ നല്ല കോട വരുന്നത്, നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, എന്തൊക്കെയോ റോസ് പൂക്കളുണ്ട്, ഫ്ലവറുണ്ട്, ഷോ ആക്കിയിരിക്കുകയാണ് ഇവിടെ. എന്താ പറയുക, അവിടെ ഒരു റോസ് ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഇതാ സംഭവം. എത്രാമത്തെ ഇതാണെന്ന് അറിയില്ല, 127th ആണെന്ന് തോന്നുന്നു. ഒരു റോസ് ഷോ ആണ് ഇവിടെ നടക്കുന്നത്. പലതരത്തിലെ റോസ് കൊണ്ട് പല എന്തൊക്കെയോ രാജാവും, പിന്നെ അതുപോലെ തന്നെ ഊഞ്ഞാലും ആനയും അങ്ങനെ പലതും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുകളിലൊക്കെ ഒരുപാടുണ്ട്. എനിക്ക് അതൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. കണ്ട് ആസ്വദിക്കേണ്ടതാണ്. ഫോണിൽ അതിൻ്റെ വൃത്തി ശരിക്കും വരുന്നില്ല. അടിപൊളി വ്യൂ ആണ് ഗൈസ്. നല്ല തണുപ്പുണ്ട്. സൂപ്പറാണ്, ഒന്നും പറയില്ല. അപ്പം അത്രയേ ഉള്ളൂ. അങ്ങത്തോളം എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ വേറെ ഏതോ ഗാർഡനിലേക്ക് പോവാന്ന് പറഞ്ഞു, കർണാടക ഗാർഡൻ അങ്ങനെ എന്തോ പേര് പറഞ്ഞു പോന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് പരിപാടി ഇനി അങ്ങോട്ടേക്കാണ്. എനിക്കൊരു പൂവും കിട്ടി, അമ്മയുടെ കയ്യിൽ നിറച്ച് പൂവുണ്ട്. ഒരുപാട് പൂവാണ്. ഇഷാനി പെറുക്കൊണ്ട് വന്നതാണ്. അവിടെ ഓരോ ഷോക്ക് വെച്ചപ്പോൾ അതിൽ നിന്ന് താഴെ വീണിട്ട് എടുത്തോണ്ടതാണ്. നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഹായ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ എത്തി. മുഴുവനും മഴയാണ്, നല്ല മഴയാണ്. ഇപ്പോൾ കുറച്ച് അതിൻ്റെ ശക്തി കുറഞ്ഞു. ഇപ്പോൾ കുറച്ച് ലൈറ്റായിട്ടേ ഉള്ളൂ. നേരത്തെ കുറേ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്ത് മാറിയിരിക്കുകയാണ്. കുടയൊന്നും എടുത്തില്ല, അപ്പോൾ പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. നമ്മളിനി നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് അറിയില്ല. മഴയായതുകൊണ്ട് നേരത്തെ പറഞ്ഞ കർണാടക ഗാർഡനിലേക്ക് പോകുന്നറിയില്ല. അപ്പം തന്നെ ഉച്ചയായി. ഇനി എന്താ പ്ലാൻ എന്നൊന്നും അറിയില്ല. ഇനി അങ്ങോട്ട് ഫുൾ മഴയാണെന്നാണ് തോന്നുന്നത്. ഇന്നലെ ഈ ഒരു ടൈം തന്നെയാണ് ഒന്ന് പെയ്തത്. ഇന്നലെ ഈ ടൈം പെയ്തിട്ട് പിന്നെ നിന്നിട്ടില്ല. നൈറ്റിൽ വരെ മഴയായിരുന്നു. ഇനി എന്താ പ്ലാൻ എന്നറിയില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു. സാധാരണ നോർമൽ ചിക്കൻ ബിരിയാണി, ചോറ്, കുഴപ്പമില്ലായിരുന്നു. റൂമിൽ ഇനി കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഇനി മഴയത്ത് എങ്ങനെ പോകുമെന്നറിയില്ല. പർച്ചേസിങ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഇന്നത്തേത് കഴിഞ്ഞു. തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴിയാണിത്. ഇനി റൂമിലെത്തി ഒന്ന് റെസ്റ്റ് ചെയ്യണം. ഇന്നത്തേതിന് അത്രയേ ഉള്ളൂ. ഇനി ലേക്കിലേക്ക് പോകുന്നുണ്ടോയെന്നറിയില്ല. ചിലപ്പോൾ പോകുന്നുണ്ടാവില്ല. എൻ്റെ ജാക്കറ്റൊക്കെ ഊരി കുറച്ച് ഇട്ടോണ്ട് നിന്നപ്പോൾ വല്ലാത്തൊരു ഹോട്ടടിക്കുന്ന ചൂട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഇട്ടതാണ്. ഇവിടെ താഴെ കെട്ടിയിട്ടുണ്ട്, ഒരു സ്റ്റൈലാണെന്ന് വിചാരിച്ചോട്ടെ. ഇങ്ങനെ നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല, പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഇനി ഫുൾ റെസ്റ്റ്. നൈറ്റിൽ ഫുഡ് കഴിക്കാൻ പോവും, കിടന്നുറങ്ങും. പിന്നെ നാളെ തിരിച്ചു പോവും. നാളെ രാവിലെ ആണോ എന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ 1 ഇന്നിവിടെ തീർന്നിരിക്കുന്നു. ഇനി ഇന്ന് എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതും കൂടി ഈ വ്ളോഗിൽ ഞാൻ പെടുത്താം. ഇല്ലെങ്കിൽ ഇല്ല, കഴിഞ്ഞു തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡേ 1 ഇൻ ഊട്ടി അത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.